ഇന്ന് നമുക്ക് പറയാനുള്ളത് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഏതെല്ലാം നക്ഷത്രങ്ങൾ വിവാഹത്തിന് പാടില്ല എന്ന് കണ്ട് രണ്ട് ധ്രുവങ്ങളിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള വ്യക്തികൾ ഒരു സ്ഥലത്ത് കൂടുമ്പോൾ അവരെങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകണമെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നൊരാൾ വരികയാണ്, ഇന്ത്യയിൽ നിന്നൊരാൾ വരികയാണ്. രണ്ടുപേരും കൂടി കണ്ട് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഭാഷയ്ക്കാണെങ്കിലും അവിടെ പ്രവർത്തിക്കുകയാണെങ്കിലും അവരുടെ ആഹാര രീതിയാണെങ്കിലും അത് പ്രശ്നമാണ്. സ്വരൂപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പരസ്പര വിരോധം ഉണ്ടാകും. അപ്പോൾ ആ പ്രസ്ഥാനം അല്ലെങ്കിൽ കണ്ട് ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെയാണ് വിവാഹ പൊരുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലാക്കണം. ഇത് ഞാൻ പറയാൻ കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അനുജന്മ നക്ഷത്രങ്ങളെന്ന് പറയും. അശ്വതി, മകം, മൂലം അനുജന്മങ്ങളാണ്. അടുത്തതെന്ന് പറയുമ്പോൾ ഭരണി, പൂരം, പൂരാടം അനുജന്മങ്ങളാണ്. ജന്മേ അനുജന്മ വർജ്യാണ്. ഒരു നക്ഷത്രത്തിൻ്റെ ജന്മരാശിയും അനുജന്മ നക്ഷത്ര അതിൻ്റെ അനുജന്മം ജന്മേ അനുജന്മ വർജിത. അപ്പം എന്താ? അശ്വതി, അടുത്ത അനുജന്മം വരുന്നത് എന്താ? മകം, അടുത്തത് മൂലം. അപ്പം മൂലം മൂലമായിട്ടും മകം മകമായിട്ടും അശ്വതി അശ്വതിയുമായിട്ടും ചേർക്കാൻ പാടില്ല. അശ്വതി മകവുമായിട്ടും മൂലവുമായിട്ടും പരസ്പരം ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പൊരുത്തം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഡിഫക്റ്റ് ഉണ്ടാകും. അതിൻ്റേതായിട്ടുള്ള ജീവിതത്തിലെ ഭാഗ്യദോഷം ഉണ്ടായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് വേദദോഷമാണ്. വേദദോഷവും സകല വേദദോഷവും ഉണ്ട്. ആ വേദദോഷ നക്ഷത്രങ്ങൾ പരസ്പരം കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം അല്ലെങ്കിൽ മുറിഞ്ഞു പോവുക എന്നാണ്. വേദിക്കുക, അത് നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ ആ വേദദോഷ നക്ഷത്രങ്ങൾ നമുക്ക് വർജ്യമാകണം. പിന്നെയോ മധ്യരജു നക്ഷത്രങ്ങൾ, രജു നക്ഷത്ര ദോഷങ്ങൾ. രജു നക്ഷത്ര ദോഷങ്ങൾ എന്ന് പറയാൻ പരസ്പര വിശ്വാസത്തിൽ നമ്മൾ പല നക്ഷത്രങ്ങളും വിളിച്ചുകൊള്ളുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ആലപ്പുഴയിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോൾ ആ മംഗല്യ ഭാഗ്യത്തിന് അനുജന്മ നക്ഷത്രമോ അല്ലെങ്കിൽ വേദദോഷമൊന്നും അല്ല, രജു നക്ഷത്രമാണ്. അനിര നക്ഷത്രവും പൂര നക്ഷത്രവും. ഭർത്താവിൻ്റെത് അനിര നക്ഷത്രം, ഭാര്യയുടേത് പൂര നക്ഷത്രം. ഇപ്പോൾ വിളിച്ച് പറയുന്നത്. അപ്പം മധ്യകാലത്തിന് ശേഷം, മധ്യപ്രായം എന്ന് പറയും, അതായത് 30 വയസ്സ്, 60 വയസ്സ് ഷഷ്ടിപൂർത്തി. ഈ മധ്യപ്രായത്തിന് ശേഷം ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മധ്യപ്രായം കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡിഫക്റ്റ്, അതിൻ്റെതായിട്ടുള്ള ദുരിതങ്ങൾ, അടി, വഴക്ക്, കഷ്ടകാല, സാമ്പത്തിക നഷ്ടം, മനോവ്യാധി, ഭൂമി നഷ്ടം, ഇവയെല്ലാം ഉണ്ടാകും. പരസ്പരം ഞാനിത് പല കാര്യങ്ങളും നമ്മൾ പലരും വന്ന് കണ്ട് അത് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. വളരെയേറെ ശ്രദ്ധിക്കുക. ലഗ്നത്തിൻ്റെ അഷ്ടമക്കൂറ്. ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷ നക്ഷത്രങ്ങളുടെ അഷ്ടമക്കൂറ് നക്ഷത്രങ്ങൾ വർജിക്കണം. ഷഷ്ട അഷ്ടമമാണ് വേണ്ടത്. ഷഷ്ടം നമുക്ക് പിന്നെയും എടുക്കാം. അഷ്ടമവർജ്യങ്ങൾ, കൂറ് അഷ്ടമ നക്ഷത്രങ്ങൾ പാടില്ല. പിന്നെ 28-ാം കാലം 108-ാം കാലം ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്താലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വേദദോഷം നോക്കണം, ജന്മേ അനുജന്മ നക്ഷത്രം നോക്കണം, ഷഷ്ട അഷ്ടമ രാശികൾ നോക്കണം. ഷഷ്ടം നമ്മൾ 6 നോക്കിയാലും വലിയ കാര്യമായിട്ട് നമ്മൾ വലുതായിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷഭാവങ്ങൾ എറിക്കത്തില്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും അഷ്ടമരാശികൾ എന്താണ്? ലഗ്ന, ചന്ദ്ര, അഷ്ടമരാശി നക്ഷത്രങ്ങളും വർജിക്കണമെന്നാണ്, പാടില്ല എന്നാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണഭാവങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ ഈ പറയുന്ന ചില നക്ഷത്രങ്ങൾ ഗ്രഹനിലകൾ തമ്മിൽ ചേരും. തലക്കുറികളെന്ന് പറയും, ഗ്രഹനിലയെന്ന് പറയും, ജാതകമെന്ന് ചില സ്ഥലത്തൊക്കെ പറയും. അപ്പോൾ എങ്കിലും നമ്മൾ ആ ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഗ്രഹങ്ങളെ ആസ്പദപ്പെടുത്തിയുള്ളതാണ് ഒരു ഗ്രഹനില. ആ ഗ്രഹനില തമ്മിൽ അതിൻ്റെ അംശവും തമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ എന്താണ്? അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി മുന്നോട്ട് പോകാം. ജീവിതത്തിൽ നമ്മൾ പറയുന്നില്ലേ, വണ്ടി എടുത്തു, ആ വണ്ടി എടുത്തപ്പോൾ ചില പണിയൊന്ന് അറ്റകുറ്റപ്പണിയെടുത്ത് മുന്നോട്ട് പോകാം.
പരമാവധി പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വണ്ടി ഉപേക്ഷിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഈ ദുരിതഭാവങ്ങളെ, അതായത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളെ അകറ്റുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മംഗല്യത്തിന് വേണ്ടിയിട്ടുണ്ടാകുന്ന നക്ഷത്രങ്ങളുടെ അതുപോലെ പൊരുത്തങ്ങളുടെ ശ്രേയസ്സ് നമ്മൾ നോക്കണം. 100-ൽ 50% പൊരുത്ത ശ്രേയസ്സും ഗ്രഹനില നോക്കിയിട്ട് അഷ്ടമരാശി കൂറുകൾ, ലഗ്നചന്ദ്ര അഷ്ടമരാശി കൂറുകൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്രഹനില നമുക്ക് എന്താണ് പറയുന്നത്, 7ാം ഭാവാധിപതി നമുക്ക് ഗുണമാണോ, ചൊവ്വയ്ക്ക് തുല്യമായിട്ടുള്ള ചൊവ്വയൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അതിന് തുല്യമായിട്ടുള്ള പാപമുണ്ടോ, എന്താണ് വിധവാദോഷം, വൈദീവ്യദോഷം എന്ന് പറയും, അത് ശ്രദ്ധിക്കണം. ഗ്രഹനില തന്നെ നോക്കി, ഗ്രഹനില നോക്കി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ, വിധവയാകുന്നത്, മൃത്യു ഉണ്ടാകുന്നത്, ഇതൊക്കെ നമ്മൾ സന്താനഭാഗ്യം ഒക്കെ നമുക്ക് ഇല്ലെങ്കിൽ പോലും, ഗ്രഹമില്ലെങ്കിൽ പോലും, വാഹനഭാഗ്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ജീവിച്ചു പോകാം. പക്ഷേ എന്താണ് അവിടെ മൃത്യു വരാതെയും കലഹദുരിതങ്ങൾ ഉണ്ടാകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ ഗ്രഹനില തമ്മിൽ നല്ല രീതിയിൽ പൊരുത്തം നോക്കുക. പരമാവധി ഈ നക്ഷത്രങ്ങളുടെ പൊതുവെയുള്ള പൊരുത്തം നോക്കാതെ നമ്മൾ വേദദോഷം, രജുനക്ഷത്രദോഷം, അനുജന്മ നക്ഷത്രദോഷം ഇവയെല്ലാം നോക്കിയിട്ട് ഗ്രഹനില നോക്കിയിട്ട് അഷ്ടമരാശിയും നോക്കുക. അതുപോലെ തന്നെ പാവങ്ങളുടെ നിരൂപണം, അയം വ്യയമെന്ന് പറയും, വരവ് ചിലവ്, മധ്യമമായിട്ടുള്ള വരവ് ചിലവാണെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാം അല്ലേ. ഇതിൽ വരവിൽ കൂടുതൽ ചിലവാണെങ്കിലോ ആ ഗ്രഹത്തിൽ നിന്നും ദുരിതമായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്തേ.